മെസ്സിയുടെ മനോഹരമായ ഹാർട്ടിക്, എംബാപ്പയുടെ ഇരട്ട ഗോൾ, പറങ്കിപ്പടയോട്ടത്തിന് കൂച്ചുവിലങ്ങിട്ട കോങ്കോയുടെ സിംഹക്കരുത്ത്, കുറസാവയുടെ തകർത്തെറിഞ്ഞ ജർമ്മൻ പടയോട്ടം. ലോകകപ്പ് ഫുട്ബോളിലെ പ്രാഥമിക ഘട്ടത്തിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഓർമ്മയുടെ ആൽബത്തിൽ പതിഞ്ഞ ഉജ്ജ്വല നിമിഷങ്ങളേറെയാണ്. അർജന്റീന, ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട് തുടങ്ങിയ പരമ്പരാഗത ശക്തികൾ കരുത്ത് തെളിയിച്ചപ്പോൾ വിജയം ഉറപ്പിച്ചിരുന്ന ബ്രസീലും സ്പെയിനും പോർച്ചുഗലും ഒപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയും നിരാശപ്പെടുത്തി. പലരും കൗതുകത്തോടെ മാത്രം കണ്ട ആഫ്രിക്കയിൽ നിന്നുള്ള കുഞ്ഞൻ രാജ്യങ്ങൾ മൈതാനത്ത് കളിക്കരുത്തിൽ തീക്കാറ്റായി മാറി. 2014 ലോകകപ്പ് വിജയത്തിന് ശേഷം 2 ലോകകപ്പുകളിൽ തീർത്തും നിറമങ്ങിപ്പോയ ജർമ്മനിയുടെ ശക്തമായ തിരിച്ചുവരവാണ് ആദ്യ മത്സരത്തിൽ കണ്ടത്. കുറസാവോയെ 1-7 ഗോളുകൾക്ക് തകർത്തായിരുന്നു ജർമ്മൻ തുടക്കം. ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ടിന്റെ വിജയം ശ്രദ്ധേയമാണ്. മെസ്സിയുടെ ഹാർട്രിക്, കരുത്തിൽ അൾജീരിയയെ 3-0 തകർത്ത അർജന്റീനയുടെയും കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളിൽ സെനഗലിനെയും 3-1 തോൽപ്പിച്ച് കഴിഞ്ഞ തവണ ഫൈനലിസ്റ്റുകളായ ഫ്രാൻസും തുടക്കം ഗംഭീരമാക്കി. അനായാസം ജയം പ്രതീക്ഷിച്ചിരുന്ന ബ്രസീൽ, സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയ വമ്പന്മാരുടെ ആദ്യ മത്സരത്തിലെ ഫലങ്ങൾ നിരാശപ്പെടുത്തുന്നു. മൊറോക്കോയ്ക്കെതിരെ ബ്രസീലും കാബോ വെർദെക്കെതിരെ സ്പെയിനും കോങ്കോയ്ക്കെതിരെ പോർച്ചുഗലും സമനില വഴങ്ങിയാണ് ആ ഗ്രൂപ്പുകളിലെ പോയിന്റ് സമവാക്യങ്ങൾ പോലും മാറ്റിമറിച്ചേക്കാം. ഇതോടൊപ്പം എടുത്തു പറയേണ്ട സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നിറമങ്ങിപ്പോയ പ്രകടനം. പ്രതിഭകൾക്ക് കുറവില്ലെങ്കിലും റൊണാൾഡോയിൽ പ്രതീക്ഷയർപ്പിച്ച് ലോകകപ്പിനെത്തിയ പോർച്ചുഗലിനെയും ടീമിനെയും ആരാധകരും ഏറെ നിരാശപ്പെടുത്തുന്നതാണ് കോങ്കോക്കെതിരെയുള്ള മത്സരഫലം. 8 ഗ്രൂപ്പുകളിൽ 32 ടീമുകൾ ഏറ്റുമുട്ടിയ 2022 ഖത്തർ ലോകകപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി 48 ടീമുകളാണ് ഇത്തവണ മാറ്റിവെക്കുന്നത്. പ്രധാന ടീമുകൾക്ക് കുതിച്ചു കയറാനുള്ള ചവിട്ടുപടികൾ മാത്രമായി പോകുമോ എന്ന പുതിയ ടീമുകൾ എന്നായിരുന്നു ഉയർന്ന പ്രധാന ആശങ്ക. എന്നാൽ ചാമ്പ്യൻ ടീമുകളെ നേർക്കുനേർ വെല്ലുവിളിക്കുന്ന കളിക്കരുത്തുമായാണ് അവർ മൈതാനത്തിറങ്ങിയത്. ടൂർണമെന്റിലെ ഇനിയുള്ള വിധി എന്തായാലും മൊറോക്കോ, ഐവറി കോസ്റ്റ്, കാബോ വെർദെ, കോങ്കോ, ഘാന, സൗദി അറേബ്യ, ഖത്തർ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ആദ്യ മത്സരം തന്നെ അവിസ്മരണീയമായ ഓർമ്മയാണ്. ഇതിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രകടനം എടുത്തു പറയണം. 10 ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഇത്തവണ ലോകകപ്പിൽ യോഗ്യത നേടിയത്. ആഫ്രിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്ലേ ഓഫിലൂടെ 9 ടീമുകളും, അതായത് അൾജീരിയ, കാബോ വെർദെ, ഈജിപ്റ്റ്, ഘാന, ഐവറി കോസ്റ്റ്, മൊറോക്കോ, സെനഗൽ, ദക്ഷിണാഫ്രിക്ക, തുനീസിയ. ഇന്റർ കോൺഫെഡറേഷൻ പ്ലേ ഓഫിലൂടെ കോങ്കോയും യോഗ്യത നേടുകയായിരുന്നു. മൊറോക്കോ, ഐവറി കോസ്റ്റ്, കാബോ വെർദെ, കോങ്കോ എന്നീ ടീമുകൾ അപ്രതീക്ഷിത പ്രകടനമാണ് ആദ്യ മത്സരത്തിൽ കാഴ്ചവെച്ചത്. വന്നു കണ്ട് മടങ്ങാൻ വന്നവരല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ പ്രകടനം. ഒരു അപ്രതീക്ഷിത ജയം ഒരു ടീമിനെയും യോഗ്യതാ പ്രക്രിയയുടെ പടിവാൾക്കൽ എത്തിക്കാം എന്നതുപോലെ ഒരൊറ്റ തോൽവി മതി വമ്പൻ ടീമിന് പുറത്തേക്കുള്ള വഴി തുറക്കാൻ. ആദ്യ റൗണ്ട് ഒരു സൂചനയാണെങ്കിൽ ഇനിയുള്ള ഓരോ മത്സരവും കടുപ്പമേറിയതാണ്.